ഹലോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ് ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നെന്നും നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞുവെന്നും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ലെറ്റ്സ് ജമ്പിങ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞൻ സ്റ്റാപ്ലറാണ്. ഇതിനൊരു 75 രൂപയാണ് ആയിട്ടുള്ളത്. നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്റ്റാപ്ലർ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എക്സാം ഹാളിലൊക്കെ ആൻസർ പേപ്പർ ക്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ കുഞ്ഞതിൻ്റെ വലുതിൻ്റെ സ്റ്റാപ്ലർ പിൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വർഷം വാങ്ങിച്ചില്ല. അടുത്തത് വന്നിട്ടുള്ളത് എൽക്കോസിൻ്റെ പെൻസെറ്റാണ്. ഇതിൽ ബ്ലാക്ക് ബോഡിയിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഇങ്കിൻ്റെയും പിന്നെ കളർഫുൾ ബോഡീസിൽ വന്നിട്ടുള്ളത് ബ്ലൂ ഇങ്കിൻ്റെ ആണ് കേട്ടോ. ഒരു സെറ്റിൽ 5 പീസസ് ആണ് വന്നിട്ടുള്ളത്. ഇതിന് 25 രൂപയാണ് കടയിൽ വില വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം എനിക്ക് 2 എക്സോ പെൻസെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു സെറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൽക്കോസിൻ്റെ പെൻസ് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനിത് ഭയങ്കര ക്രേസായി പോയി. പിന്നെ ഇപ്പോഴും ആ ഒരു എക്സോയുടെ ബ്ലൂ ഇങ്കിൻ്റെ പെൻസെറ്റ് ബാക്കിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞാൻ പെൻസ് കുറച്ചാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ പെൻടോണിക്കിൻ്റെ ബ്ലാക്ക് പെൻ തീർന്നു പോയതുകൊണ്ട് എൽക്കോസിൻ്റെ ബ്ലാക്ക് ഇങ്ക് ഇതുവരെയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒരു പരീക്ഷണം എന്ന പോലെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എൽക്കോസിൻ്റെ ബ്ലാക്ക് ഇങ്കിൽ വന്നിട്ടുള്ള സെറ്റ് 5 പീസസ് വാങ്ങിയിട്ടുള്ളത്. അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് പേപ്പറാണ്. ഇത് സംഭവം 5 പീസസാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. 50 രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ക്യാൻവാസ് ബോട്ടിലൊക്കെ കാണുന്ന ടെക്സ്ചറിൽ വന്നിട്ടുള്ള ഒരു പേപ്പറാണ്. ചാർട്ട് പേപ്പറിനേക്കാളും നല്ല കട്ടിയുണ്ട്. കഴിഞ്ഞ വർഷം ബ്രഷ് പെൻ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഷാഡോസ് പോലെയൊക്കെ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇത്തവണ DIY പിൻട്രസ്റ്റി ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്ക് ഫയലാണ്. ഇത് ഒരെണ്ണം ഞാൻ 15 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ ഓൾറെഡി ഓരോരോ സംഭവങ്ങൾ കുത്തി നിറച്ച് കയറ്റി വെച്ച് കഴിഞ്ഞു. അടുത്തത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പിൻട്രസ്റ്റ് ആസ്തെറ്റിക് ഹൈലൈറ്റർ സെറ്റാണ്. ഇത് ഞാൻ 600 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇടയ്ക്ക് ഓഫറിന് 300 രൂപയ്ക്കൊക്കെ കിട്ടുന്നത് കാണാം. സോ ഓഫർ ടൈം നോക്കിയിട്ട് വാങ്ങിക്കുക. പേസ്റ്റൽ കളേഴ്സിൽ തന്നെയാണ് ബോഡീസും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കളറിങ്ങും. കളർ ചെയ്യുമ്പോഴും നിയോൺ കളറല്ല, പേസ്റ്റൽ കളേഴ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് എക്സോയുടെ സാധാരണ ഒരു നോർമൽ ബോൾ പെന്നാണ്. ബ്ലൂ ഇങ്ക് ആണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ബ്ലാക്ക് ഇങ്ക് അങ്ങനെ ഇഷ്ടമല്ല എക്സോയുടെ. പിന്നെ ഞാനൊരു റെഡ് ഇങ്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പെന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എക്സോ പെൻ സെറ്റ് 10 പീസസ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അടുത്തത് ഈ നിയോൺ കളറിൽ ബോഡിയും കളർ വന്നിട്ടുള്ള ഹൈലൈറ്റർ സെറ്റാണ്. ഇതിലെനിക്ക് പച്ച കളർ ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ 4 എണ്ണമാണ് വാങ്ങിയത്. പച്ച കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഞാൻ കടയിലെ ചേട്ടനോട് പറഞ്ഞു എനിക്ക് പച്ച കളർ വേണ്ട, ബാക്കി 4 എണ്ണം തന്നാൽ മതിയെന്ന്. അതേപോലെ തന്നെ ചേട്ടൻ എടുത്ത് തരികയും ചെയ്തു. അതിനനുസരിച്ച് പൈസ കുറച്ച് കിട്ടുകയും ചെയ്തു. പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനും പച്ച കളർ ഉണ്ടായിരുന്നു. പക്ഷേ പച്ച കളർ എടുത്തിട്ട് ബാക്കി 3 എണ്ണം തരത്തില്ലെന്ന് പറഞ്ഞു. സ്റ്റിക്കി നോട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് അതേപോലെ വാങ്ങിയിട്ട് പച്ച കളർ എൻ്റെ സിബ്ലിങ്ങിന് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ പിന്നെ ഓറഞ്ച്, നിയോൺ പിങ്ക്, പച്ച അതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ സ്റ്റിക്കായിട്ടായിരിക്കും വരുന്നത്. പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റിക്കി നോട്ട്സിൻ്റെ ഫ്ലാഗ്സ് വന്നിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ചേച്ചിക്ക് കൊടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഫ്ലാഗ്സിൽ പിന്നെ എന്തുകൊണ്ട് ഓറഞ്ച് കളർ എന്തോ ഒരു പേസ്റ്റൽ കളർ പോലെ ആയിപ്പോയി. പക്ഷേ ഈ സ്റ്റിക്കി നോട്ട് ഫ്ലാഗ്സ് അല്ലാത്ത നോർമൽ സ്റ്റിക്കി നോട്ട് തുറന്നപ്പോൾ ഓറഞ്ച് കളർ നല്ല നിയോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്ലൂറസെൻ്റ് ഗ്രീന്, അതേപോലെ യെല്ലോ, പിങ്ക്, ഓറഞ്ച് ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയത് സെയിം കളറിൽ സെയിം പാറ്റേണിന് ഒരു മാറ്റവും ഇല്ലാത്ത 3 സെയിം കളറിൽ തന്നെ സെയിം രീതിയിലുള്ള 25 രൂപയുടെ മിനി നോട്ട് പാഡ്സ് ആണ്. പേസ്റ്റൽ കളേഴ്സ് തപ്പിയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ നിയോൺ വൈബ്രൻറ്റ് കളേഴ്സൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ബ്ലാക്കാണ് എടുത്തത്. അത് 3ഉം സെയിം ആയിരുന്നു, സെയിം പ്രൈസിൻ്റെ. പിന്നെ വാങ്ങിയത് 100 രൂപയ്ക്ക് ഈ ഒരു ജോമെട്രി ബോക്സാണ്. ഇതില്ലാതെ എന്ത് മാത്സ് ക്ലാസ്സിൽ കയറാൻ പിന്നെ പറ്റത്തില്ല, പ്രത്യേകിച്ച് സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഒക്കെ പഠിക്കുമ്പോൾ. പിന്നെ 5 രൂപയ്ക്ക് 15 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു സ്കെയിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 30 സെൻറ്റിമീറ്ററിൻ്റെ കഴിഞ്ഞ വർഷം വാങ്ങിയത് 3 എണ്ണോ 2 എണ്ണോ ഇപ്പോഴും ഇവിടെയുണ്ട്. പിന്നെ 10 രൂപയ്ക്ക് 3 ഗ്രാഫ് ബുക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം എനിക്കിവിടെ വീട്ടിലൊക്കെ ഇങ്ങനെ റഫായിട്ട് ഒരു ഗ്രാഫ് ബുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്ത് പഠിക്കാൻ, ബാക്കി ഒരെണ്ണം മാത്സിനും ബാക്കി ഒരെണ്ണം ഫിസിക്സിനുമാണ് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ 20 രൂപയുടെ ഈ ഒരു ഫെവിക്കോളും വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ബേസിക് ആയിട്ടുള്ള 2 സെറ്റ് നെയിം സ്ലിപ്പും വാങ്ങിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ളതെന്ന് വയ്ക്കുമ്പോൾ പിക്ചേഴ്സ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാനുള്ളത്. പിന്നെ ഇതേപോലെ 40 രൂപയ്ക്ക് ബേസിക് ആയിട്ടുള്ള 2 നോർമൽ ഫയൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
സോ ദിസ് ഈസ് മൈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോൾ വീഡിയോ. ആൻഡ് ഇനിയും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗായിട്ടൊക്കെ വരാം. സോ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. സോ ബൈ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.